ഫോക്കസ് ട്രെയിനിങ് ഫോർ HST സോഷ്യൽ സയൻസ് കേരള ചരിത്ര സംഭവങ്ങൾ പാർട്ട് 3 1564 തൊട്ട് 1750 വരെ. 1564 കണ്ണൂരിലെ പോർട്ടുഗീസ് കോട്ട സാമൂതിരി ആക്രമിച്ചു. 1565 പോർട്ടുഗീസുകാരുടെ മർദ്ദനം മൂലം യഹൂദർ കൊടുങ്ങല്ലൂർ വിട്ടു. 1571 സാമൂതിരി ചാലിയം കോട്ട പിടിച്ചു. 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1595 കുഞ്ഞാലി നാലാമൻ സാമൂതിരിയുടെ സർവ്വസൈന്യാധിപൻ. 1598 സാമൂതിരിയും കുഞ്ഞാലിമരയ്ക്കാരും പിണങ്ങി പോർട്ടുഗീസുകാരും സാമൂതിരിയും ചേർന്ന് മരയ്ക്കാർ കോട്ട ആക്രമിച്ചു. 1599 ഉദയം പേരൂർ സൂനകദോസ്. 1600 കുഞ്ഞാലിയെ സാമൂതിരി പോർട്ടുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. ഗോവയിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു. 1613 ഡച്ചുകാർ പോർട്ടുഗീസുകാരിൽ നിന്ന് കൊച്ചി കോട്ട പിടിച്ചെടുത്തു. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചു. 1653 പൂനൻ കുരിശു പ്രതിജ്ഞ. 1661 ഡച്ചുകാർ കൊടുങ്ങല്ലൂർ കോട്ട പിടിച്ചു. 1673 ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഔഷധ സസ്യ വിവരണ ഗ്രന്ഥത്തിന്റെ രചന. 1684 അഞ്ച് തെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ഇംഗ്ലീഷുകാരെ അനുവദിച്ചു. 1696 പുലപ്പേടി എന്ന പ്രാചീനാചാരം കേരളവർമ്മ നിരോധിച്ചു. 1708 ഇംഗ്ലീഷുകാർ തലശ്ശേരിയിൽ കോട്ട നിർമ്മിച്ചു. 1712 ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാള വ്യാകരണം എഴുതി. 1729 തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്തു. 1741 ഡച്ചുകാർ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് കീഴടങ്ങി. 1744 മാർത്താണ്ഡവർമ്മ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. 1749 മാർത്താണ്ഡവർമ്മ തെക്കുംകൂർ തിരുവിതാംകൂറിനോട് ചേർത്തു. 1750 തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ വടക്കുംകൂർ കീഴടക്കി. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ.